രാധയുടെ വസതിയിലേക്ക് എത്തുകയാണ് മന്ത്രി. ഇപ്പോൾ ആ വസതിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്താണ്, ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ മന്ത്രിയെ കാത്തിരിക്കുന്നത് നമുക്കറിയില്ല. അവിടെയും ആളുകൾ ബഹളം ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മന്ത്രിയുടെ വാഹനം അങ്ങോട്ടേക്ക് പതുക്കെ നീങ്ങുകയാണ്. നേരത്തെ വലിയ ജനരോഷം മന്ത്രി നേരിട്ടിരുന്നു, അത് തുടരുന്നുണ്ട്. പക്ഷേ വാഹനത്തിന് അല്പം മന്ദഗതിയിലാണെങ്കിലും നീങ്ങാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതെ, റോഡിൽ നിന്ന് നാട്ടുകാർ മാറി ഇപ്പോൾ വീടിന്റെ മുറ്റത്തേക്ക് മന്ത്രിയുടെ വാഹനം എത്തിയിരിക്കുന്നു. മന്ത്രി വാഹനത്തിൽ നിന്ന് അല്പസമയത്തിനകം പുറത്തിറങ്ങും. വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. സ്വാഭാവിക പ്രതിഷേധമാണ്. അതിനിടെ നരഭോജി കടുവയെ പ്രഖ്യാപിക്കുകയും വെടിവെക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ഉന്നതതല യോഗം ഇന്ന് രാവിലെ മുതൽ തന്നെ കളക്ടറേറ്റിൽ ചേരുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഓൺലൈനായി ആ യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ജനങ്ങളുടെ ഭീതി അകറ്റുന്നില്ല. കാരണം കടുവയെ സ്പോട്ട് ചെയ്യുകയും ഇന്ന് കൃത്യം അതിനടുത്തേക്ക് എത്തുകയും ചെയ്തു എങ്കിൽ പോലും ഒരു RRT സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ആ പശ്ചാത്തലത്തിൽ പിന്നീട് കടുവയ്ക്കടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല, മറഞ്ഞു കടുവ അവിടെ നിന്ന് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിച്ച വിവരം. മന്ത്രി ഇപ്പോൾ രാധയുടെ വസതിയിലേക്ക് എത്തുകയാണ്. വാഹനത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഇറങ്ങാൻ കഴിഞ്ഞു. വലിയൊരു പോലീസ് വലയത്തിന് ചുറ്റുമാണ് മന്ത്രി ഉള്ളത്. മന്ത്രി രാധയുടെ ബന്ധുക്കളെ സന്ദർശിക്കാൻ പോകുന്നു. കൂക്കി വിളിക്കുന്ന ജനം, അതാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രിയെ കൂക്കി വിളിക്കുകയാണ് അവിടുത്തെ നാട്ടുകാർ. മന്ത്രി രാധയുടെ വസതിയിലേക്ക് എത്തുകയാണ് ബന്ധുമിത്രാദികളുമായി സംസാരിക്കാൻ. കഴിഞ്ഞ ഈ സംഭവമുണ്ടായ ഏതാണ്ട് 3 ദിവസം പിന്നിട്ടിട്ടും ഒരു തവണ പോലും കുടുംബാംഗങ്ങളെ ഫോണിലൂടെ വിളിക്കാൻ പോലും മന്ത്രി തയ്യാറായില്ല എന്നൊക്കെയുള്ള പ്രതിഷേധം അവർ നേരത്തെ തന്നെ അറിയിച്ചതാണ്. ഇപ്പോൾ മന്ത്രി അവരെ നേരിട്ട് കാണാൻ വൈകിയാണെങ്കിലും രാധയുടെ വസതിയിലേക്ക് എത്തുകയാണ് മന്ത്രി AK ശശീന്ദ്രൻ. വനം മന്ത്രി AK ശശീന്ദ്രൻ അദ്ദേഹം കഴിഞ്ഞ ദിവസം കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വസതിയിലേക്ക് എത്തുന്നു. പ്രതിഷേധക്കാർ, നാട്ടുകാർ അവിടെയുണ്ട്. അവർ പ്രതിഷേധിക്കുന്നുണ്ട്. ഇപ്പോഴും നേരത്തെ അരമണിക്കൂറിലേറെ അദ്ദേഹം വാഹനത്തിൽ തുടരേണ്ടുന്നൊരു സാഹചര്യത്തിലായിരുന്നു. പിന്നീട് അദ്ദേഹം വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീട്ടിലേക്ക് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മന്ത്രി നടത്തിയ ചില പ്രസ്താവനകളിൽ കൂടി നാട്ടുകാർ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായ പ്രതിഷേധമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ഈ ആക്രമണം ഉണ്ടായത് കാട്ടിൽ വച്ചാണ് തുടങ്ങിയ പ്രസ്താവനകൾ പിൻവലിക്കണമെന്നൊക്കെയുള്ള ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയാണ് വനമന്ത്രി AK ശശീന്ദ്രൻ. രാധയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ വനമന്ത്രി 3 ദിവസത്തിന് ശേഷം എത്തിയിരിക്കുന്നു. വലിയ പ്രതിഷേധത്തിന് നടുവിൽ അദ്ദേഹം ഒരല്പസമയം, അരമണിക്കൂർ വാഹനത്തിൽ തന്നെ ഇരുന്ന് അതിനുശേഷം വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രതിഷേധമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ അറിയിപ്പുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ വലിയ പോലീസ് വിന്യാസത്തിന്റെ നടുവിലൊക്കെയാണ് മന്ത്രി വന്നിറങ്ങിയത്. അദ്ദേഹം വാഹനത്തിലിരുന്ന സമയത്തും വാഹനത്തിന് ചുറ്റും ഒട്ടേറെ പോലീസുകാരുണ്ടായിരുന്നു. പോലീസുകാർ നാട്ടുകാരെ ബലം പ്രയോഗിച്ച് മാറ്റാനൊരു നീക്കം നടത്തി. അതിലും അവർ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒടുവിൽ നാട്ടുകാർ പിന്മാറി. അദ്ദേഹം രാധയുടെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നു. കുടുംബാംഗങ്ങളുമായി സംസാരിക്കും, അവരെ സമാശ്വസിപ്പിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതിനുശേഷം ഒരുപക്ഷെ ഒരു പ്രതികരണം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയ ജനരോഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. വനം മന്ത്രി, എന്തിനാണ് ഇങ്ങനെ ഒരു വനം മന്ത്രി എന്ന് CPIM പോലും ചോദിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടിയാണോ വനം മന്ത്രി നിലവിലുള്ളത് എന്നത്, ആ ചോദ്യം പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല ഉയരുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ഇത്തവണ 10 ലക്ഷം എന്നുള്ളത് 11 ലക്ഷം രൂപ എന്ന തരത്തിലേക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. പിന്നീട് എന്താണ് വനം മന്ത്രി ചെയ്തിരിക്കുന്നത്? ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും അതിനിടെ അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തു, ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുത്ത് പാട്ട് പാടി എന്നൊക്കെയുള്ളത് ഈ നാട്ടുകാരെ കൂടുതൽ പ്രകോപിതരാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മന്ത്രി രാധയുടെ വസതിയിലെത്തിയിരിക്കുന്നു. അവരുടെ ബന്ധുമിത്രാദികളെ സന്ദർശിക്കുകയാണ്, അവരെ സമാശ്വസിപ്പിക്കുകയാണ് മന്ത്രി AK ശശീന്ദ്രൻ.